ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ വന്ന് കുടുംബത്തോടുകൂടി ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബീന അനീഷ്, ഹസ്ബൻഡ് അനീഷ് തോമസ്, മക്കളായ ഇവാൻ അനീഷ്, എഡ്വിൻ അനീഷ്, ഇസബൽ അനീഷ് ആൻഡ് എലേജ അനീഷ്. ഞങ്ങൾ തൊടുപുഴ കലയന്താനി സെൻറ്റ് മേരീസ് ചർച്ച് ഇടവാംഗങ്ങളാണ്. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം ഒന്നാമതായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ മോൾ ഇസബലിന് ജനുവരി 2023 ജനുവരിയാണ് ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ജൂൺ ആയപ്പോഴത്തേക്ക് മോളുടെ തൊണ്ടയിൽ ഒരു കുഞ്ഞു മുഴ പോലെ കാണപ്പെട്ടു. ഞാനപ്പോൾ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ലീവിന് വന്നപ്പോൾ അത് ഞങ്ങൾ മുതലക്കോടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജനെ കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞു അൾട്രാസൗണ്ട് എടുത്ത് നോക്കണമെന്ന്. അങ്ങനെ അൾട്രാസൗണ്ട് എടുത്തപ്പോഴത്തേക്കും അതൊരു തൈറോഗ്ലോസൽ സിസ്റ്റാണ്. അത് ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അതിപ്പോൾ ചെയ്തില്ലേലും പക്ഷേ വേറെ മരുന്നൊന്നുമില്ല, ട്രീറ്റ്മെൻറ്റൊന്നുമില്ല, അത് ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്ന് ഞങ്ങളിത് പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു എന്നാൽ പോകുന്നതിന് മുന്നേ ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളോട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് ഓപ്പറേഷൻ ചെയ്ത്, ഞാൻ ആദ്യം ഓർത്തത് ഒരൊറ്റ ദിവസം കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് വീട്ടിൽ പോരാൻ പറ്റുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചയെങ്കിലും ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. അപ്പോഴെനിക്ക് മനസ്സിലായി അത് അപ്പോൾ കുഞ്ഞൊരു ഓപ്പറേഷൻ അല്ല, അപ്പോൾ ചെയ്തത് തൊണ്ടയും കൂടിയാണ്. അപ്പോൾ അത് ഇച്ചിരി സീരിയസ് തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പോരുന്നതിന് പെട്ടെന്ന് തന്നെ ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി പുതുക്കി. ഞാനും ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കാണാൻ അൾട്രാസൗണ്ട് റിപ്പോർട്ടെല്ലാം കാണിച്ചപ്പോൾ അച്ഛനെ കാണാൻ അവസരം ലഭിച്ചു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുചെന്നപ്പോൾ അച്ഛൻ അവളുടെ തൊണ്ടയിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു ആശീർവാദവും തന്നു. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ പോന്നു. ഞാൻ പിന്നെ പിറ്റേ ആഴ്ച കുവൈറ്റിലോട്ട് പോയി. അതിനുശേഷം ഹസ്ബൻഡ് എല്ലാ ദിവസവും അവളുടെ തൊണ്ടയിൽ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ അത് ജൂൺ മാസത്തിലാണ് ഞങ്ങൾ അൾട്രാസൗണ്ട് ചെയ്തത്. ഞാനിപ്പോൾ ഈ ഡിസംബറിൽ ഞാൻ പിന്നെ ലീവിന് വന്നപ്പോഴത്തേക്കും അതിനു മുമ്പ് വന്നപ്പോൾ നോക്കിയപ്പോൾ കംപ്ലീറ്റ് സ്കൂളിലെ ടീച്ചർമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു മുഴ കുറയുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും കംപ്ലീറ്റായിട്ട് അത് മാറിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്കതൊരു കൺഫർമേഷന് വേണ്ടി ഞങ്ങൾ പിന്നെയും സെയിം ആശുപത്രിയിൽ തന്നെ കൊണ്ടുചെന്നു. അൾട്രാസൗണ്ട് സെയിം ഡോക്ടറെ കൊണ്ട് തന്നെ ചെയ്യിച്ചപ്പോഴത്തേക്കും അത് ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാൽ പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു. യേശുവിൻ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു.